Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Calcutta University BCom BBA. Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS, Calcutta University BCom BBA. തേർഡ് സെമസ്റ്റർ എക്സാംസ് 12th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സോ ആദ്യത്തെ എക്സാം ആയിട്ട് നമുക്ക് വരുന്നത് BCom BBA സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പോൾ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് 3 പ്രോബ്ലംസും ഒരു തിയറി ചോദ്യമാണ്. ഇതിനേക്കാൾ മുമ്പൊക്കെ 4 പ്രോബ്ലംസ് ആണ് കണ്ടുവരാറ്. പിന്നെ സ്റ്റാറ്റിയിൽ നിന്ന് ഒരു ചോദ്യവും ബാക്കി 3 മാത്തമാറ്റിക്സിൽ നിന്നാണ് കണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റാറ്റിൽ നിന്ന് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതിൽ കൂടുതൽ മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് മിക്കതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മീൻ മീഡിയൻ മോഡ് ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അതിൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് മീൻ മീഡിയൻ മോഡ്. ഇതിപ്പോൾ essay കിട്ടില്ലെങ്കിൽ അവർ 5 മാർക്കിന് ഇടാറുണ്ട്. ഓക്കെ, ഇപ്പം നിർബന്ധമായും കവർ ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ തിയറിയും വരാറുണ്ട്. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ തിയറിയും പ്രതീക്ഷിക്കുന്നുണ്ട്. തിയറിയിൽ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ടതാണ്. മറ്റൊരു ചോദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ അതിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ. അപ്പോൾ ഇതുകൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ ഡീവിയേഷൻ ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിച്ചത്. തിയറിയും ഇപ്പോൾ ക്വാർട്ടൈൽ ഡിവിയേഷൻ്റെയും ഇതിൻ്റെയും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒന്ന് നോക്കാം. മീൻ മീഡിയം മോഡിൻ്റെയും നിങ്ങൾ തിയറി നോക്കിക്കോളാം കേട്ടോ. ചിലപ്പോൾ ഇനിയിപ്പോൾ അത് എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റാറ്റിൽ നിന്ന് ഒരു ചോദ്യം, അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ക്രമേഴ്സിൻ്റെ റൂള് വെച്ചിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. സോൾവ് ദ equations by using Cramer's rule. പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്, നിർബന്ധമായും ഫോക്കസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന 1-2 ചോദ്യങ്ങളെന്ന് പറയുന്നത് അതിൽ ഒരെണ്ണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. ഈസിയാണ് ഇതൊക്കെ വരാണെങ്കിൽ കേട്ടോ. അത് ചിലപ്പോൾ 5 മാർക്കിനും വരാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം അതൊരെണ്ണം. ഇനി നെക്സ്റ്റ് ആന്വിറ്റിയുടെ തിയറിയും എക്സ്പെക്ട് ചെയ്യാം. ആന്വിറ്റി എന്താണ് നിർബന്ധമായും നോക്കുക. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആന്വിറ്റീസ് തിയറി ഉണ്ട്. ടൈപ്സ് ഓഫ് ആന്വിറ്റീസ് തിയറി, പിന്നെ അതിൻ്റെ പ്രോബ്ലം ആന്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ അതല്ലെങ്കിൽ ആന്വിറ്റിയോ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം വരാം. പിന്നെ ആന്വിറ്റീനെ റിലേറ്റ് ചെയ്തുള്ള തിയറിയും നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യണം. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ജോമെട്രിക് പ്രോഗ്രഷൻ GP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം. ജോമെട്രിക്
പ്രോഗ്രഷൻ അതിൻ്റെ പ്രോബ്ലം ഇപ്പം എത്രാമത്തെ ഇപ്പം 8th 9th 10th അങ്ങനെ ഇത്ര വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. GP എന്തായാലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്നാണ് ലീനിയർ എക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം. അതും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോക്കസ് ചെയ്യേണ്ടതാണ് ലീനിയർ ഇക്വേഷൻ്റെ പ്രോബ്ലം. ഇനി ലാസ്റ്റ് പറയാനുള്ളത് മിക്ക പേപ്പറിലും കാണാറുള്ളതാണ് മെട്രിക്സിൻ്റെ. അതെന്തായാലും ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ് മെട്രിക്സിൻ്റെ മറ്റൊരു പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എസ്സേക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാറ് സ്റ്റാറ്റിയിൽ നിന്ന് ഒരു ചോദ്യം എടുക്കുക. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റാറ്റിയാണ്. പിന്നെ 4 എണ്ണത്തിൽ സ്റ്റാറ്റി ഒരെണ്ണം എളുപ്പമായിരിക്കും, പിന്നെ ഒരു ചോദ്യം കൂടിയും എളുപ്പമുള്ളത് ഉണ്ടായിരിക്കും. 2 എണ്ണം കുറച്ച് ഡിഫിക്കൽട്ടായാലും ആ എളുപ്പമുള്ളത് പലപ്പോഴും ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറ്, ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആന്വിറ്റി ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ അതാണ് ഏറ്റവും സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെയുള്ളത് മീൻ ഡീവിയേഷനൊക്കെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ക്രെമേഴ്സ് റൂള് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആന്വിറ്റി ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അതിൻ്റെ തിയറിയും ചോദിക്കാം. പിന്നെ GP മറ്റൊരു പ്രോബ്ലം. പിന്നെ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം. മെട്രിക്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. ബട്ട് കുട്ടികൾക്ക് പലപ്പോഴും അത് ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. ബട്ട് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കംഫർട്ടെങ്കിൽ അത് ചെയ്യാം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ആൻഡ് ഫൈനലി ഇത്. സോ ദാറ്റ്സ് അബൌട്ട് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്സേ ചോദ്യങ്ങൾ. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.